You go there. വിശ്വ മര്യാദയ്ക്ക് ആ വിശ്വനെയും സംഘത്തെ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ചേരി മൊത്തം ഇടിച്ച് നടന്നു ഞാൻ. എടാ വിശ്വ, ആ അവിടെ നോക്ക്. എടാ വിശ്വ, അതിനകത്ത് നോക്ക്. ആ ഇതിനകത്ത് കയറി നോക്ക്. ഇവിടെ here. എടാ വിശ്വ, എവിടാ നിന്റെ ദൈവം? വിശ്വ, എവിടാ വിശ്വൻ? അവിടെ ആ കുടി എവിടെ? എന്നാ കൊലയാടി മോളെ, പട്ടാപ്പകല് ചാരായ കച്ചവടവും വ്യഭിചാരവും ഞങ്ങൾ അവനെ കാക്കിയിട്ട് നടക്കുന്ന പിന്നാനാണോടി? അയ്യോ സാറേ, ഉപദ്രവിക്കല്ലേ, വയറ്റിപ്പഴപ്പാണ്. പ്രശ്നമാവും. അയ്യോ സാറേ, സാറേ കൊല്ലല്ലേ സാറേ.
വിളിച്ചോണ്ട് പാടാവനെ ഇത്രയും കാലാവസ്ഥ ആവ കളിച്ച് നടത്തില്ലേ എവിടെ അവൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടെ കേട്ടോ എവരി ഡോ ഹാസ് എ ഡേ എല്ലാ പട്ടിക്കുണ്ടടാ ഒരു ദിവസം വിശ്വൻ അങ്ങനെ ഒരു ദിവസം കിട്ടി അവൻ അങ്ങനെ ഹീറോ ആയി പക്ഷേ ഓൾഡ് ഈസ് ഗോൾഡ് ആണ്ടാ ഗോൾഡ് എവിടെ അവൻ വിളിയടാ വിളിച്ചോണ്ട് പാടാ തെറ്റേ പവിത്രന്റെ കളി അറിയണമല്ലോ എവിടാ വിളിച്ചോണ്ട് വാടാ പോയി ഓടാ ആഴ്ച ഓട്ടിക്കടാ അവരെ അറിയാമോടാ പുതിയ കമ്മീഷണർ ആരെന്ന് സിംഹമാണ് ഗർജിക്കുന്ന സിംഹം അതേടാ കിരൺ ബേദി IPS പോലെ ഗർജിക്കുന്ന പെൺസിംഹം എ ലേഡി ലയൻ നിന്നെയൊക്കെ ചവിട്ടി ഒതുക്കി കൂട്ടാൻ സ്വാധീനം ചേർത്ത് ഞങ്ങൾ വർത്തിയാടാ ഞങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാ അവർ ചവിട്ടി പിളർന്നു കളയും നിന്റെയൊക്കെ നെഞ്ചാങ്കൂട് ആരാടോ താനൊക്കെ? ഞാൻ പന്തം പെരിച്ചാഴി ഗോപാലെ രാജു ഞാൻ കൊല്ലും ഷാ എന്തിനായി കത്തി? ഇതൊരാൾ വെച്ചേക്കാൻ തന്നതാ. അതാരാ? ദേവൻ. എന്റെ അല്ല, നമുക്കെന്തിനാ കത്തി? ക്ഷൗരം ചെയ്യാൻ. എന്താ വായിരുന്നു ഇവിടെ ബഹളം ഇത്രയും നേരം? തട്ടിയടിച്ച് പൊട്ടിക്കലും ചവിട്ടലും ചീത്തവിളിയും ഒരു പൂരമല്ലായിരുന്നോ ഇവിടെ? സിറ്റി പോലീസ് കമ്മീഷണർ അരുന്ധതി IPS നിന്റെയൊക്കെ ആരാന്നാ പറഞ്ഞേ? പറയായിരുന്നു. ചാരായ മറിയയുടെയും സബ് ഇൻസ്പെക്ടർ രഘുവരന്റെയും മരണത്തെ പറ്റി അന്വേഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ചേരി റെയ്ഡിന്റെ ബഹളത്തിനിടയ്ക്ക് നടന്ന കൊലയായതുകൊണ്ട് ദൃക്സാക്ഷികൾ ഒരുപാടുണ്ടാവും. എനിക്ക് 4-5 സാക്ഷികളെ ആവശ്യമുണ്ട്. താനൊക്കെ സംഭവം കണ്ടിട്ടില്ലേടോ? മറിയ എന്ന സാധു സ്ത്രീയെ സബ് ഇൻസ്പെക്ടർ ഗറില്ല രഘു ചവിട്ടിക്കൊല്ലുന്ന ഞങ്ങളൊക്കെ കണ്ടതാണ്. അതുപോലെ അവനൊന്ന് ചാവുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാം മാഡം, അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. എന്നോട് വേല ഇറക്കരുത്. I heard who the real culprit is. വിശ്വനാഥൻ, ഈ ചേരിക്കാരുടെ മനസ്സിലെ മഹാരാജാവ് വിശ്വൻ. വിശ്വനാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ചേരിക്കാര് കണ്ടാലെന്ത് കണ്ടില്ലെങ്കിൽ എന്ത്? പോയി അവനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴേ. നോ, അതിന് സാക്ഷികൾ വേണം. പക്ഷെ എനിക്കറിയാം ഈ ചേരിയിലെ ഒരു പട്ടികളും അവനെതിരെ സാക്ഷി പറയില്ല എന്ന്. ഒരു ചാരായ കച്ചവടക്കാരിയെ കൊന്നത് നിങ്ങളെല്ലാം കണ്ടു അല്ലേ? ബട്ട് നോട്ട് എ സബ് ഇൻസ്പെക്ടർ. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ഒരു ബാസ്റ്റേഡും കണ്ടില്ലെന്നാണോ? പറ. നീ കണ്ടില്ലേടാ? നീ കണ്ടില്ലേ? പറയടാ. ഞാൻ കണ്ടു മാഡം. പറ, നീ എന്താ കണ്ടേ? പറയാൻ. ഒന്നും കാണരുത്, കേൾക്കരുത്, പറയരുത്. അതാണ് ചേരിയിലെ നിയമം. ഞാൻ ഗറില്ല രഘു ചത്ത് കിടക്കുന്നത് കണ്ടു. നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പോലീസ് മാഡം. പോലീസ് എന്താന്ന് അറിയില്ലല്ലേ നിനക്ക്? ഞാൻ അറിയിച്ചു തരാടാ. അയ്യോ മാഡം പ്ലീസ്, ഹസൻ ബാബ പഴയൊരു സബ് ഇൻസ്പെക്ടറാ. ജോലി പോയെങ്കിലും ഹസൻ ഇപ്പോഴും പഴയ ഹസൻ തന്നെയാണ്. ഇവിടത്തേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഞാൻ ഹസനിക്കുകയാണ്. ഇന്ന് ഞാൻ, നാളെ നീ. മേലെ നിന്നുള്ള വിളികേട്ട് താളം തുള്ളാൻ നിന്നാൽ തുള്ളപ്പനി വന്ന് ചത്തുപോകും. ഈ അരുന്ധതി ആരുടെ സ്വന്തമല്ല. സ്വന്തം പറയാൻ ആരുമില്ല. I am a self-made woman. That's Arundhati IPS.